നമുക്ക് നല്ല മസാലക്കടല ഉണ്ടാക്കിയാലോ. മക്കൾക്ക് നല്ല കളറൊന്നും ചേർക്കാത്ത വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന മസാലക്കടല. അതിന് 1/2 കിലോ കടല എടുത്തിട്ടുണ്ട്. പച്ചക്കടലയാണ്. ഇത് കഴുകി നല്ല വൃത്തിയാക്കി 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കടലപ്പൊടി 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. കടലപ്പൊടിക്കകത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ഇടാം. 1/4 സ്പൂൺ ഉപ്പുപൊടി, സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. അത് നമുക്കൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ വേണേ. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് കടലക്കകത്തോട്ട് 1/4 സ്പൂൺ ഉപ്പുപൊടി, ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാം. നമുക്ക് ഈ പൗഡർ ഇതിനകത്തിട്ട് നമുക്ക് കോട്ട് ചെയ്യാം. വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ കടല കഴുകി ആ നനവ് മാത്രം മതിയേ. ആ നനവ് കൊണ്ട് അതേ കോട്ട് ചെയ്ത് പിടിക്കും. കുറേശ്ശെ ഇട്ടിങ്ങനെ കൈ ഇളക്കി കൊടുത്താൽ മതി. അത് കോട്ട് ചെയ്ത് നല്ല ഫില്ലായിട്ടിരിക്കും. മതിയും തോന്നുന്നു. അതിനായിട്ട് കോട്ടിങ് ആയിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ കടൽപ്പൊടി മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സാക്കി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പോരാം. വേറെ വെള്ളമൊന്നും കൂട്ടണ്ട കേട്ടോ. പിന്നെ കടല കഴുകിയതിൻ്റെ ആ നനവ് മാത്രം മതിയേ. നല്ല ടേസ്റ്റാണെന്നറിയാമോ. മക്കൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരിത്തിരി പോകുന്ന വെള്ളം കൂടെ അതിനകത്ത് ഒഴിക്കണേ. ഒരു ചെറിയൊരു നനവ് കുറവുണ്ട്. ഇത്ര മതി. നല്ല കറക്റ്റായിട്ടുണ്ട്. വെള്ളം ഒട്ടും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ കുറച്ച് വന്നപ്പോൾ കുറച്ച് പൊടി അടി കിടപ്പുണ്ട്. ഒന്നും കൂടി ഇത് ഫില്ലാകാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ആദ്യം കറിവേപ്പില വറുത്ത് പോരണേ.
കറിവേപ്പില നല്ല ഫ്രൈ ആയി കഴിയുമ്പോൾ പൊടി. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി ഇറങ്ങും. നല്ല ടേസ്റ്റാണ് ഇപ്പോൾ. നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടുന്നതായിട്ട് മൂത്ത് വരുന്നുണ്ടേ. പിന്നെ ഇതിനകത്തോട്ട് മസാല ആക്കുമ്പോൾ കുറച്ച് പെരിഞ്ജീരകമോ ജീരകമോ എന്തെങ്കിലും ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മക്കൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്തത്. ഇട്ടാൽ മതി, പൊടിക്കൊന്നും വേണ്ട. കുറച്ചിട്ടാൽ മതി, ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി. മൂപ്പായി വരുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ കടല മൂത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഒന്ന് കടിച്ച് നോക്കാം. ചൂടാണ്, ഭയങ്കര ചൂടാണ്. ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് എടുത്ത് കടിച്ച് നോക്കുമ്പം അകത്ത് കടല ഇങ്ങനെ വെന്തൊരു ടേസ്റ്റ് വരും. എന്നാൽ ക്രിസ്പി ആയിരിക്കുകയില്ല, അകവശം ക്രിസ്പി ആയിരിക്കുകയില്ല. അത് തണുത്ത് കഴിയുമ്പോൾ ക്രിസ്പി ആയിക്കോളും കേട്ടോ. ക്രിസ്പി ആയില്ല എന്ന് വിചാരിച്ചത് കോരാതിരിക്കരുത്, കരിഞ്ഞു പോകും കേട്ടോ. കണ്ടോ, കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നോക്കിയാൽ ഭയങ്കര കളറല്ലേ. നമ്മളുണ്ടാക്കുന്ന നോക്കിയതിന് കളറുണ്ടോയെന്ന്. അങ്ങനെ ആക്കുവാണെങ്കിൽ മക്കൾക്കൊക്കെ വിശ്വസിച്ച് നല്ല ഫുഡ് കൊടുക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ബാച്ച് കോരിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാതെ. നല്ല ടേസ്റ്റാണെന്നറിയാം. നല്ല ക്രിസ്പി ആയിട്ട് കഴിയുമ്പോൾ തന്നെ അതിന് മണം കേൾക്കാൻ പിന്നെ തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇവിടെ 1 കിലോ ഒക്കെ 10 മിനിറ്റ് കൊണ്ട് തീർന്ന് കിട്ടും. ഞാൻ ഫുള്ളായിട്ട് ഇട്ടു. ഇനി അടച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ. ചൂടോടെ തന്നെ നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഒരു 1/4 സ്പൂൺ, അര സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാതെ, കറിവേപ്പില മിക്സ് ചെയ്യുക. നമ്മുടെ മസാലക്കടല അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൊക്കെ പറയണേ. സൂപ്പറല്ലേ? മക്കൾക്ക് വിശ്വസിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണേ. നമുക്ക് തെച്ചുകുട്ടിക്ക് കൊടുത്ത് പരീക്ഷിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടോ തെച്ചു? കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണോ? ക്രിസ്പിയാണോ? പല്ല് പൊട്ടിപ്പോയോ? അല്ല, എന്തോ തോന്നിയുടെ ആണോ? ഇപ്പുറത്തെ വശത്ത് വെച്ചടിക്കാൻ എന്തോ തോന്നിയുടെ. അപ്പുറത്തെ പല്ല് കേടാതാ.